സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ്റെ സാരഥി ശ്രീ ശശികുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ശശികുമാർ, ഇപ്പോൾ കണ്ണൂർ മുൻ വി സി ഗോപിനാഥ് രവീന്ദ്രനെതിരെയാണ് വീണ്ടും ആരോപണം ഉയർന്നിരിക്കുന്നത്. ജിയോഗ്രഫി അസിസ്റ്റന്റ് പ്രൊഫസർ ഓൺലൈൻ ഇന്റർവ്യൂവിൽ ചട്ടലംഘനം നടന്നു എന്ന രീതിയിൽ തന്നെയാണ് പരാതി. എങ്ങനെ കാണുന്നു താങ്കൾ? ഡോക്ടർ രവീന്ദ്രൻ പുനർനിയമനം കൊടുത്തതിന് ശേഷം കണ്ണൂർ സർവകലാശാലയിൽ വ്യാപകമായ അഴിമതി നിയമനങ്ങൾ നടത്തുകയാണ്. അതായത് പ്രിയ വർഗീസിന്റെ നിയമനം നൽകിയത് മുതൽ അദ്ദേഹം CPM ഒരു ബ്രാൻഡഡ് വൈസ് ചാൻസലറായി മാറി. അപ്പോഴേക്കും അദ്ദേഹത്തെ കൊണ്ട് പരമാവധി CPM പ്രതി ആൾക്കാരെ അധ്യാപകരായി നിയമിക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് CPM കൈക്കൊണ്ടിരുന്നത്. അതിനനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുകയായിരുന്നു. അതിനുശേഷം വ്യാപകമായ നിയമനം നടത്തിയെന്ന് മാത്രമല്ല, ഞങ്ങൾ പല ആവർത്തി ചൂണ്ടിക്കാണിച്ചാണ് ഈ കോവിഡ് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഈ ഓൺലൈൻ ഇന്റർവ്യൂ പാടില്ല. കാരണം കണ്ണൂരും കോഴിക്കോടും ഉള്ള കുട്ടികൾക്ക് പോലും നേരിട്ട് ഇന്റർവ്യൂവിന് വരാൻ കഴിയുമ്പോൾ എന്തിനാണ് ഈ ഓൺലൈൻ ഇന്റർവ്യൂ? അത് എന്തിനെന്ന് വെച്ചാൽ ഇവരുടെ എക്സ്പെർട്സ് ആയിട്ടുള്ള ഇദ്ദേഹം വിളിക്കുന്ന ആൾക്കാർ മുഴുവനും ജാമ്യ മിലിയ യൂണിവേഴ്സിറ്റിയിലും അതുപോലെ JNUയിലുള്ള ഇദ്ദേഹത്തിന്റെ പഴയ സഹപ്രവർത്തകരാണ്. അപ്പോൾ അവരെ ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് ഇന്റർവ്യൂ പങ്കെടുക്കുമ്പോൾ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നതാണ് ഇവിടെ നിയമനം കൊടുക്കാൻ കഴിയും എന്നുള്ള നിയമന തട്ടിപ്പ് നടത്തിയ ഒരു വൈസ് ചാൻസലർ കേരളത്തിലുണ്ടെങ്കിൽ അതിൽ നമ്പർ 1 എന്ന് പറയുന്നത് നമ്മുടെ ഗോപിനാഥ് രവീന്ദ്രനാണ്. അപ്പോൾ ഈ അവസാനം അദ്ദേഹത്തിന്റെ കാലാവധി കഴിയുന്നു കോടതിയിലെ ചില പരാമർശങ്ങൾ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു എന്ന് അറിയാവുന്നതുകൊണ്ട് ആ ദിവസങ്ങളിൽ വ്യാപകമായ ഇന്റർവ്യൂ നടത്തിയായിരുന്നു. ഇപ്പോൾ വിവാദമായിരിക്കുന്ന ജിയോഗ്രഫി ഇന്റർവ്യൂവിൽ അതിന്റെ തലേ ദിവസം ഇന്റർവ്യൂ ആരംഭിച്ചു. 2 ദിവസം ഇന്റർവ്യൂ ആണ്. അപ്പൊ 2ാം ദിവസം ഇന്റർവ്യൂ സമയമായപ്പോൾ കോടതി വിധി വന്നു. അദ്ദേഹം ഉടൻ തന്നെ എക്സ്റ്റേണൽ ആയിട്ട് ഒരാളെ ചെയർമാനായിട്ട് നിയമിച്ചു. ഇദ്ദേഹത്തിന് എന്ത് അധികാരമാണ്? അദ്ദേഹം വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറിക്കഴിഞ്ഞു. UGC റെഗുലേഷൻ അനുസരിച്ച് വൈസ് ചാൻസലർക്ക് ഒരാളെ ഓതറൈസ് ചെയ്യാൻ അധികാരം ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇദ്ദേഹം അന്ന് വൈസ് ചാൻസലർ അല്ല. വൈസ് ചാൻസലർ അല്ലാത്ത ഒരാള് തീർച്ചയായിട്ടും മറ്റൊരു വൈസ് ചാൻസലർ ഗവർണർ നോമിനേറ്റ് ചെയ്തതിനു ശേഷം അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ നോമിനിക്ക് മാത്രമേ ചെയർ ചെയ്യാൻ പറ്റുള്ളൂ. അത് വളരെ ഗുരുതരമായ ലാപ്സത്ത് ഇതിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഇത് അദ്ദേഹം നടത്തിക്കൊണ്ട് തട്ടിപ്പാണ്. കാരണം ഇപ്പോൾ ഇന്റർവ്യൂവിന് റാങ്ക് കൊടുത്തേക്കുന്ന ആള് നിയമപ്രകാരമല്ല, എത്തിക്കലായിട്ട് അദ്ദേഹത്തിന്റെ റിസർച്ച് ഗൈഡിനെ ഇന്റർവ്യൂവിന് ബോർഡിൽ വെച്ചേക്കാണ്. അപ്പൊ ഇങ്ങനെ നടത്തിയ നിയമനങ്ങൾ ഉള്ളതുകൊണ്ട് ഞങ്ങളിപ്പോ ഗവർണറോട് ആവശ്യപ്പെട്ടേക്കുന്നത് ഇദ്ദേഹത്തിന് പുനർനിയമനം കൊടുത്തതിന് ശേഷം പ്രിയ വർഗീസിനെ, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പ്രിയ വർഗീസിന്റെ ഭാര്യയ്ക്ക് നിയമനം കൊടുത്തതിന് ശേഷം കണ്ണൂർ സർവകലാശാല നടത്തിയ എല്ലാ അധ്യാപക നിയമനങ്ങളും പുനഃപരിശോധിക്കണം. അതേപോലെ തന്നെ ഓൺലൈൻ ഇന്റർവ്യൂ അടിയന്തരമായിട്ട് നിർത്തിവെക്കണം. അതേപോലെ തന്നെ ഇപ്പോൾ നടന്നിരിക്കുന്ന വിവാദമായിരിക്കുന്ന ഈ ഇന്റർവ്യൂ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ ഗവർണർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. ശ്രീ ശശികുമാർ, ഇവിടെ ഇപ്പോഴും ഓൺലൈൻ ഇന്റർവ്യൂ ആണ്. ഈ രവീന്ദ്രൻ ചുമതലയേറ്റതിനു ശേഷം ഓൺലൈൻ ഇന്റർവ്യൂ ആണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു കൊറോണയുടെ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ഓൺലൈൻ ഇന്റർവ്യൂവിലേക്ക് ആ ഒരു സിസ്റ്റത്തിലേക്ക് മാറിയത്. പക്ഷേ ആ ഒരു അവസ്ഥ മാറിയിട്ടും ഈ ഓൺലൈൻ ഇന്റർവ്യൂ അതൊക്കെയും ഇതിനുള്ള ഒരു തന്ത്രമൊരുക്കുക, ഒരു കൂട്ടൊരുക്കുക, അത് തന്നെയാണ് ലക്ഷ്യം വെച്ചത് രവീന്ദ്രൻ അല്ലേ, മുൻ വി സി? സർവകലാശാല നിയമം അനുസരിച്ച് 2 എക്സ്റ്റേണൽ എക്സ്പെർട്സ് വേണമെന്ന് നിയമമുണ്ട്. സർവകലാശാലക്ക് പരിധിക്ക് പുറത്തുള്ള. അപ്പൊ സർവകലാശാലക്ക് പരിധിക്ക് പുറത്ത് പുള്ളി കണ്ടെത്തുന്നത് ജാമ്യ മിലിയയിലും JNUയിലേ ഉള്ളൂ. അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പഴയ SFI സുഹൃത്തുക്കൾ, CPM സുഹൃത്തുക്കളെ അവർക്ക് ഇങ്ങോട്ട് ഇന്റർവ്യൂവിന് തിരുവനന്തപുരത്ത് കണ്ണൂർ വരാൻ കഴിയത്തില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത് അത് ഓൺലൈൻ ഇന്റർവ്യൂ ആണ്. ഓൺലൈൻ ഇന്റർവ്യൂ നടത്തുന്നത് സർവകലാശാലയ്ക്ക് ഭാരിച്ച ചെലവ് കുറയ്ക്കാനാണ്. അതെല്ലാം തെറ്റാണ്. ഇതെല്ലാം മറ്റ് സർവകലാശാലകളുമായി എല്ലാം ഓഫ്ലൈൻ ഇന്റർവ്യൂ ആണല്ലോ നടത്തുന്നത് കേരളത്തിലെ മറ്റ് സർവകലാശാലകൾ. അപ്പോൾ കേരളത്തിലെ CPMന് വേണ്ടി വിടുപണി ചെയ്ത ഈ വൈസ് ചാൻസലറാണ്. ഇദ്ദേഹം ചെയ്ത നിയമനങ്ങൾ മാത്രമേ എന്റെ അഭിപ്രായത്തിൽ ഇദ്ദേഹം നടത്തിയിട്ടുള്ള എല്ലാ നിയമനങ്ങളും. കാരണം ഇത്തവണത്തെ കോടതി വിധിയിൽ അദ്ദേഹത്തിന്റെ പീരീഡിൽ നടത്തിയ നടപടികളെല്ലാം തന്നെ ശരിവെച്ചുകൊണ്ടും അതെല്ലാം അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു വിധി പ്രസ്താവത്തിൽ കണ്ടില്ല. ആ സാഹചര്യത്തിൽ അദ്ദേഹം ഈ കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള എല്ലാ നിയമനങ്ങളും റദ്ദാക്കണം. അതിനകത്തുള്ള ക്രമക്കേടുകൾ പരിശോധിക്കണം. അതിനുവേണ്ടി ഗവർണർ തന്നെ ഒരു പ്രത്യേക കമ്മിറ്റിയെ നിയോഗിക്കണം എന്നുള്ളതാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണറോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. യെസ്, വളരെ നന്ദി ശ്രീ ശശികുമാർ. ഈ ഒരു സമയം ഞങ്ങളുടെ സഹകരിച്ചതിന് വേണ്ടി.